ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പാലായിലേക്ക് പോകുമ്പോൾ എല്ലാവരും സൂക്ഷ്മതയോടുകൂടി അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത് ജോസ് കെ മാണി എവിടെ മത്സരിക്കും എന്നുള്ളതാണ്. ഉണ്ട്, ജോസ് കെ മാണി എവിടെ മത്സരിക്കും. ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് പരിമിതിയുണ്ട്. ഞാൻ ഓർക്കുന്നത് മറ്റൊന്നുമല്ല, ഒന്ന് UDF-ൽ നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കിയതിനു ശേഷം നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായതിനു ശേഷം ഞങ്ങൾക്ക് 13 സീറ്റ് കിട്ടി. ആ 13 സീറ്റിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചില സാങ്കേതിക കാരണങ്ങൾ ഒരു സീറ്റ് വിട്ടുകൊടുക്കേണ്ട വന്നു. അത് ഞങ്ങൾ തന്നെ വിട്ടുകൊടുത്ത്, അവിടെ ചെറിയ വിഷയങ്ങൾ കുറ്റിയാടി വന്നപ്പോൾ ഞങ്ങൾ വിട്ടുകൊടുത്തു. ഇപ്പോൾ 12 സീറ്റ് മത്സരിച്ചു. ആ 12 സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ നേതാക്കന്മാർ റോഷി ഉൾപ്പെടെ ജയരാജ് ഉൾപ്പെടെ ഞങ്ങൾ ഇരുന്നു. പല മേഖലയിൽ പുതിയ സീറ്റുകൾ വന്നു. പല മേഖലകളിൽ നമുക്കറിയാം പണ്ട് കാലത്ത് ഒരു പക്ഷേ UDF-ന് സ്വാധീനമുള്ള പ്രദേശം ചിലപ്പോൾ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് അല്ലെങ്കിൽ LDF-ന് സ്വാധീനം കുറവായിരിക്കാം. ചില സ്ഥലത്ത് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് LDF-ന് സ്വാധീനം നല്ല പോലെയുണ്ട്, പക്ഷേ UDF-ന് സ്വാധീനമില്ല. ഇപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ എങ്ങനെയാണ് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ MLA-മാർക്ക് വരുത്തേണ്ടതുണ്ടോ? ഞങ്ങൾ എല്ലാവരും ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ജയരാജനോട് ചോദിച്ചു, മറ്റവരോട് ചോദിച്ചു, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ റോഷിയോട് പറഞ്ഞു, റോഷി ഇടുക്കിയിലാണ്. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ ഒരു കാര്യം എൻ്റെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ പോലും അത് ഇടുക്കിയിലായിരിക്കും, ഇടുക്കിയിലെ ജനങ്ങളെ വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല എന്ന്. ഞാൻ പറഞ്ഞു, ചെയർമാൻ എന്ന നിലയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പരിമിതിയുണ്ട്, പക്ഷെ പരിമിതിയില്ലാത്തത് സ്ഥാനാർത്ഥിയെ എനിക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയില്ല, നമുക്കറിയാം. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഇവിടെ സ്ഥാനാർത്ഥിയായി തന്നെ ഇടുക്കിയിൽ ഇപ്പോഴത്തെ MLA ശ്രീ റോഷി ഉണ്ടായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കും. കാരണം പലപ്പോഴും പലരും ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെ പറയാതെ പോകുന്നത്? പലപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോൾ പല നേതാക്കന്മാർ ഇതെന്തിനാ വെച്ച് താമസിക്കുമെന്നുമല്ല, LDF-ന് ഒരു ധാരണയുണ്ട്, നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് പ്രഖ്യാപിക്കാവുന്നു. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ ഉണ്ട്, ഇത് തന്നെയാണ് എന്ന് നിങ്ങൾക്കും അറിയാം. ഇനി പറഞ്ഞില്ലേ പറയും, അയ്യോ അതവൻ പറയാതെ പോയി എന്ന് പറയും. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞത്.